ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സ്ട്രോങ് അല്ലേ? സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ സിനിമക്ക് കയറാൻ പറ്റാണ്ട് പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. പിന്നെ ഗായ്സ്, നിങ്ങളുടെ ട്രിപ്പിൻ്റെ സ്റ്റോറീസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. അത് ഞാൻ ഈ ചാനലിൽ ഫീച്ചർ ചെയ്യാം. ആ ഡ്രോയിങ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഷിപ്പ് ചെയ്യാം. അങ്ങനെ ഇനി 2 മണിക്കൂർ ഇവിടെ എന്താ ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. മാളിന്റെ ഉള്ളിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ ഇടക്ക് മാളിന്റെ പുറത്തേക്ക് ഇറങ്ങി. എന്ത് ചെയ്തിട്ടും സമയം പോണില്ല. കാലൊക്കെ കടഞ്ഞൊരു വിധായി. മാളിലാണെങ്കിൽ ഇരിക്കാനും സ്ഥലമല്ല. നടന്ന് നടന്ന് ക്ഷീണിച്ച് പിന്നെ വിശന്നിട്ട് കണ്ണൊക്കെ ആകെ മഞ്ഞളിച്ച് തുടങ്ങി. സമയം 8 മണിയായി. നല്ല വല്ല കട ഉണ്ടെങ്കിൽ അവിടുന്ന് ഫുഡ് അടിക്കാന്ന് വിചാരിച്ച്. ഫുഡ് കോർട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളതൊന്നും കണ്ടില്ല. അങ്ങനെ മൊബൈൽ എടുത്ത് ഇവിടെ വേറെ വല്ല കട ഉണ്ടോ നോക്കി. അപ്പോഴാണ് ഡയലോഗ് ഇൻ ദ ഡാർക്ക് എന്ന റെസ്റ്റോറന്റ് കണ്ടേ. ആ പേര് കേട്ടപ്പോൾ എനിക്കൊരു സ്പാർക്ക് വന്നു. കാരണം അങ്ങനെ ഒരു റെസ്റ്റോറന്റിനെ കുറിച്ചിട്ട് ഞാൻ മുന്നേ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഡയലോഗ് ഇൻ ദ ഡാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കണ്ണ് കാണാത്ത ആൾക്കാർ നടത്തുന്ന റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻറ്റ് തീമും അങ്ങനെയാണ്. അതായത് നമ്മളൊരു കണ്ണ് കാണാത്ത ആളുടെ ലൈഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറണ മുന്നേ നമുക്ക് വെജ് ആണോ നോൺ വെജ് ആണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഞാൻ നോൺ വെജ് ആണ് എടുത്തത്. ഇപ്പോൾ നമുക്ക് ഫുഡ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എക്സ്പീരിയൻസ് മാത്രമാക്കാം. അതിന് 400 റുപ്പീസാണ്, ഫുഡിന് 200. അങ്ങനെ മൊത്തത്തിൽ 600 രൂപ. നമ്മുടെ എല്ലാ ഐറ്റംസും ഒരു ലോക്കറിൽ വെക്കണം. എന്നിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവർ നമുക്ക് ഒരു വടി തരും. അത് വെച്ച് വേണം നമ്മൾ നടക്കാൻ. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ പിന്നെ ഒന്നും കാണില്ല. നമ്മൾ കണ്ണ് തുറന്ന് പിടിച്ചാലും അടച്ചാലും ഒരേപോലെയാണ്. ഞാൻ കണ്ണൊക്കെ തിരുമ്പി നോക്കി, ഒരു രക്ഷയില്ല. ശരിക്കും കണ്ണ് കാണാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ ആശ്വാസം ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് വീണ്ടും കണ്ണ് കാണാലോ എന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഡയലോഗിൻ്റെ ഡാർക്കിലേക്ക് കടക്കുകയാണ്. സോ ഞാനിങ്ങനെ വടി പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം നിന്ന് ഒരു ലേഡി ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. നേരെ വായോ, ലെഫ്റ്റ് എടുക്ക്, റൈറ്റ്, പിന്നെ നേരെ, അങ്ങനെയൊക്കെ. പിന്നെ റാ പോലെ വടി വീശാൻ പറഞ്ഞ് ഞാനങ്ങനെ പതുക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ആ ഗൈഡ് വന്ന് ആ സ്റ്റിക്ക് പിടിച്ച് എന്നെ നടത്തിച്ച്. അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു നടന്നിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി അവർ ഇരുട്ടിൽ കാണുന്ന ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. അല്ലാണ്ട് ഇപ്പോൾ എങ്ങനെ എത്ര സ്പീഡിൽ നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ വടിയും കയ്യിൽ നിന്ന് മാറ്റി. എന്നിട്ട് എൻ്റെ കൈ പിടിച്ചാണ് കൊണ്ടുപോയത്. ഈ സമയം കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാഷ്വലായി സംസാരിച്ച് പോകരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫായിരുന്നു. ആദ്യം എന്നെ കൊണ്ട് പല സർഫസും തൊടിയിപ്പിച്ച് എന്നിട്ട് അതൊക്കെ എന്ത് മെറ്റീരിയലാണ്, എന്താണ് സംഭവം എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അതിൽ സാധാ ചെമരുണ്ടായിരുന്നു, പിന്നെ കർട്ടൻ, അതുപോലെ തന്നെ വെള്ളം, അങ്ങനെ പലതും. എന്നിട്ട് എന്നോട് ചെരുപ്പ് ഊരിയിട്ട് ഒരു തൂക്ക് പാലത്തുമൊക്കെ നടക്കാൻ പറഞ്ഞു. ചെരുപ്പ് ഊരി കുറച്ച് ഉരുളൻകല്ലൊക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ പാലത്തുമൊക്കെ എത്തി. അവിടെ ആണെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത പിന്നെ 2 പ്രതിമയുടെ മുഖം തൊട്ടിട്ട് ആരാണെന്ന് പറയണം. അതിൽ ഒരെണ്ണം എനിക്ക് കിട്ടി, രണ്ടാമത്തെ പിടി കിട്ടിയില്ല. 2 പേരും നാഷണൽ ഹീറോസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ക്രിക്കറ്റ് കളിച്ച്. അതെങ്ങനെയാണെന്നറിയോ? എൻ്റെ കയ്യിലൊരു ബാറ്റ് വന്ന് എന്നിട്ട് മുട്ടുകുത്തി ഒരു സ്ഥലത്ത് ഇരുത്തി. നമ്മുടെ സ്റ്റാഫിൻ്റെ കയ്യിലാണെങ്കിൽ കിലിങ്ങണ ബോൾ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഉരുട്ടി വിടും. നമ്മൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് അടിക്കണം. അപ്പോൾ ഒരു 5 എണ്ണത്തിൽ ഞാനൊരു 3 എണ്ണമൊക്കെ അടിച്ചു. ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് നടന്ന്. ഇവിടെ നമ്മൾ പല ടൈപ്പ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, മസാലപ്പൊടികളൊക്കെ തൊട്ടിട്ടും മണത്തിട്ടും മനസ്സിലാക്കണം. ഫ്രൂട്ട്സ്, വെജിറ്റബിളൊക്കെ ഞാൻ ചറപറാന്ന് പറഞ്ഞു. പക്ഷേ മസാലപ്പൊടി എത്തിയപ്പോൾ ഞാൻ തോറ്റു. ആകെ എനിക്ക് പറയാൻ കിട്ടിയത് ഏലക്കായും കരാമ്പുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ്, ഇരുട്ടിലെ ഫുഡ് അടി. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ്. പിന്നെ എൻ്റെ ഫോർ ഫ്രണ്ട്സ് സീരീസിലെ ഫസ്റ്റ് ഡ്രോയിങ് ഓൾറെഡി ചെക്ക് റിപ്പബ്ലിക്കിൽ ഫ്രണ്ടിൻ്റെ എത്തിയിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക്. പിന്നെ അടുത്ത വീഡിയോ മിസ്സാവാണ്ടിരിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ആക്കുക, @mo_shakib. അവിടെ ഡ്രോയിങ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യും. പിന്നെ അപ്കമിങ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇടുക. ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ ഇമെയിൽ themostag@gmail.com ഈ ചാനലിൻ്റെ അബൌട്ട് സെക്ഷനിലുണ്ടാവും. അപ്പോൾ ഗായ്സ്, വീഡിയോ എൻജോയ് ചെയ്യുക. ബൈ, പീസ്, ലവ്, ടേക്ക് കെയർ.